ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയിൽ രാജ്യം അതിവേഗം ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഉയരങ്ങൾ കീഴടക്കുകയാണെന്നും പരാമർശം. ഇന്ത്യൻ സംസ്കാരത്തിൽ സ്ത്രീകളോടുള്ള ബഹുമാനം പരമപ്രധാനമെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യമുള്ള രാഷ്ട്രമാകാൻ അമിതവണ്ണത്തിനും പൊണ്ണത്തടിക്കുമെതിരെ പോരാടണമെന്നും പ്രധാനമന്ത്രി. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിനുള്ള രണ്ടാം കരട് പട്ടിക തയ്യാറായി. സംസ്ഥാന സർക്കാർ ദുരന്തബാധിതർക്കൊപ്പമെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. 87 പേർ മത്സരരംഗത്ത്. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ആവേശമുണർത്തി ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. മത്സരം ഉച്ചയ്ക്ക് 2:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയിൽ രാജ്യം അതിവേഗം ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ മേഖലയിലും നിർമ്മിത ബുദ്ധിയിലും യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതിലൂടെ ഒരു പുതിയ വിപ്ലവം ജനിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. स्पेस और साइंस की तरह एक और क्षेत्र है जिसमें भारत तेजी से अपनी मजबूत पहचान बना रहा है. ये क्षेत्र है AI यानी आर्टिफिशियल इंटेलिजेंस. हमारे देश के लोग आज AI का उपयोग किस किस तरह से कर रहे हैं, इसके उदाहरण भी हमें देखने को मिल रहे हैं. ഇന്ത്യ ബഹിരാകാശത്ത് നേടിയ അത്ഭുതകരമായ സെഞ്ചുറിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 119 അധ്യായം ആരംഭിച്ചത്. ISRO 100ാമത്തെ റോക്കറ്റ് വിക്ഷേപിച്ച് ബഹിരാകാശ ശാസ്ത്രത്തിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രതിഫലനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. पिछले महीने देश इसरो के 100वें रॉकेट की लॉन्चिंग के साक्षी बने. इसरो की सफलताओं का दायरा काफी बड़ा रहा है. बीते 10 वर्षों में ही करीब 460 सैटेलाइट्स लॉन्च की गई हैं और इसमें दूसरे देशों की भी बहुत सारी सैटेलाइट्स शामिल है. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ സംഘത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതിലും യുവാക്കൾക്ക് ഈ മേഖല പ്രിയപ്പെട്ടതായി മാറുന്നതിലും തനിക്ക് സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കുട്ടികൾക്കും യുവാക്കൾക്കും ശാസ്ത്രത്തിൽ താൽപര്യവും അഭിനിവേശവും ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ദേശീയ ശാസ്ത്രദിനം ആഘോഷിക്കാൻ ഒരുങ്ങുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ശാസ്ത്രജ്ഞനായി ഒരു ദിവസം ചിലവഴിക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ സംസ്കാരത്തിൽ സ്ത്രീകളോടുള്ള ബഹുമാനം പരമപ്രധാനമെന്ന് മാർച്ച് 8 വനിതാ ദിനം ആഘോഷിക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിലും ഭരണഘടനാ നിർമ്മാണത്തിലും രാജ്യത്തിന്റെ മാതൃശക്തി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ശ്രീ മോദി വ്യക്തമാക്കി. हमारी संस्कृति में बेटियों का सम्मान सर्वोपरि रहा है. देश की मातृशक्ति ने हमारे स्वतंत्रता संग्राम और संविधान के निर्माण में भी बड़ी भूमिका निभाई है. ഈ വനിതാ ദിനത്തിൽ തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ രാജ്യത്തെ പ്രചോദനാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു ദിവസത്തേക്ക് കൈമാറുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. യുവ കായിക താരങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഇന്ത്യ ഒരു ആഗോള കായിക ശക്തി കേന്ദ്രമായി മാറുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ സർവീസസിനെ ശ്രീ മോദി അഭിനന്ദിച്ചു. ആരോഗ്യമുള്ള രാഷ്ട്രമായി മാറണമെങ്കിൽ നാം അമിതവണ്ണത്തിനും പൊണ്ണത്തടിക്കുമെതിരെ പോരാടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭക്ഷ്യ എണ്ണയുടെ ഉപഭോഗം കുറയ്ക്കണമെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ ആവശ്യപ്പെട്ടു. പൊണ്ണത്തടിയെ അതിജീവിച്ച് നീരജ് ചോപ്രയുടേതടക്കം നിരവധി പേരുടെ അനുഭവങ്ങൾ പ്രധാനമന്ത്രി പങ്കുവച്ചു. एक तरीका मैंने सुझाया था, खाने के तेल में 10% 10% की कमी करना. आप तय कर लीजिए कि हर महीने 10% कम तेल उपयोग करेंगे. വന്യജീവി സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ലോക വന്യജീവി ദിനാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ഈ പരീക്ഷാകാലത്ത് പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. സമ്മർദ്ദമില്ലാതെ പോസിറ്റീവ് മനോഭാവത്തോടെയാവണം പരീക്ഷ എഴുതേണ്ടതെന്നും ശ്രീ മോദി പറഞ്ഞു. ആരോഗ്യത്തോടെയും ആനന്ദത്തോടെയും ഇരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ ഈ മാസത്തെ അധ്യായം ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ നോ സോൺ പ്രദേശത്തെ കരട് പട്ടിക തയ്യാറായി. വാസയോഗ്യമല്ലാത്ത വീടുകൾ ഉൾപ്പെടുന്നവരുടെ പട്ടികയാണ് പുറത്തിറക്കിയത്. 81 കുടുംബങ്ങൾ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പട്ടികയിൽ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ 10 ദിവസത്തിനകം ഉന്നയിക്കാൻ അവസരമുണ്ട്. വയനാട് ചൂരൽമല ദുരന്തബാധിതർക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്നും ലഭ്യമായ എല്ലാ സഹായവും നൽകുന്നതിൽ പ്രതിജ്ഞാബദ്ധമെന്നും മന്ത്രി കെ രാജൻ. ഏറ്റവും സുതാര്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഏതെങ്കിലും വിധത്തിൽ ദുരന്തബാധിതരോട് ചേർത്ത് നിൽക്കാനും അവരെ ചേർത്ത് നിർത്താനും ലഭ്യമായ മുഴുവൻ സഹായങ്ങളും കൊടുക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിപ്പോ ഒന്നാമത്തെ ലിസ്റ്റ് ദുരന്തബാധിതരുടെ ഭാഗമായിട്ട് വീട് നഷ്ടപ്പെട്ടവർക്കാണ്. രണ്ടാമത്തത് ജോൺ മത്തായി വരച്ച മേഖലയ്ക്കുള്ളിൽ പെടുന്നവരാണ്. ആർക്കും പരാതി കൊടുക്കാം. പരാതിയെ സംബന്ധിച്ച് ഏറ്റവും സുതാര്യമായ പരിശോധന നടത്തും. ഈ മാനദണ്ഡങ്ങളിൽപ്പെട്ട ഒരു ദുരന്തബാധിതനെയും ഒഴിവാക്കപ്പെടില്ല ഒരു ലിസ്റ്റിൽ നിന്നും. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ജനശബ്ദം ആക്ഷൻ നടത്തുന്ന സമരം പോലീസ് തടഞ്ഞു. സമരത്തിന്റെ ഭാഗമായി നടത്തിയ മാർച്ചാണ് പോലീസ് തടഞ്ഞത്. കേസുകൾ അനന്തമായി നീളുന്നത് ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹോസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. എത്രയും വേഗം നീതി നടപ്പാക്കി സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുന്ന ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് പോളിംഗ്. വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് തിരഞ്ഞെടുപ്പ്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലായി 87 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. ആകെ 77 പോളിംഗ് ബൂത്തുകളാണുള്ളത്. വോട്ടെണ്ണൽ ഈ മാസം 25-ന് നടക്കും. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ആവേശ പോരാട്ടം. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. ഇന്ന് ജയിച്ചാൽ ഇന്ത്യയ്ക്ക് സെമി ബെർത്ത് ഏറെക്കുറെ ഉറപ്പാക്കാം. അതേസമയം പാകിസ്ഥാന് ഇന്നത്തെ മത്സരവും വിജയിച്ചില്ലെങ്കിൽ പുറത്തേക്കുള്ള വഴി തെളിയും. ISL ഫുട്ബോളിൽ ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ ഒഡീഷയെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കമലേഷ് പാസ്വാൻ ലക്ഷദ്വീപിലെത്തി. ദ്വീപിലെ വനിതാ സ്വയം സഹായ സംഘങ്ങൾ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരുമായി കേന്ദ്ര സഹമന്ത്രി ആശയവിനിമയം നടത്തി. ലക്ഷദ്വീപിൽ നടപ്പാക്കുന്ന വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം വിലയിരുത്തി. 15ാമത് കേരള അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക് 2025-ന് ഇന്ന് തൃശൂരിൽ തുടക്കമാകും. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും. 15 നാടകങ്ങൾ 8 ദിവസങ്ങളിലായി ഇത്തവണ അരങ്ങിലെത്തും. 3 വേദികളിലായി 34 പ്രദർശനങ്ങൾ നടക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. അസുഖബാധയെ തുടർന്ന് ഒരാഴ്ചയായി ആശുപത്രിയിൽ കഴിയുന്ന 88-കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നിരവധി വിശ്വാസികൾ പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിക്കുന്നുണ്ട്. കണ്ണൂർ കൂത്തുപറമ്പ് വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നാളെ നിർവഹിക്കും. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളുടെ പുനഃചംക്രമണമാണ് യൂണിറ്റിൽ നടക്കുക. സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ സിറ്റിംഗ് മറ്റന്നാൾ തിരുവനന്തപുരം വെള്ളയമ്പലം അയ്യങ്കാളി ഭവനിൽ നടക്കും. ചെട്ടിയാർ സമുദായത്തെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന നടപടിയുടെ പുനഃപരിശോധന, കളരിക്കുറുപ്പ് കളരിപ്പണിക്കർ സമുദായത്തെ സ്വതന്ത്ര സമുദായമായി സർക്കാർ പരിഗണിക്കുക തുടങ്ങി വിവിധ ഹർജികൾ കമ്മീഷൻ പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധിയിൽ രാജ്യം അതിവേഗം ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഉയരങ്ങൾ കീഴടക്കുകയാണെന്നും പരാമർശം. ഇന്ത്യൻ സംസ്കാരത്തിന് സ്ത്രീകളോടുള്ള ബഹുമാനം പരമപ്രധാനമെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യമുള്ള രാഷ്ട്രമാകാൻ അമിതവണ്ണത്തിനും പൊണ്ണത്തടിക്കുമെതിരെ പോരാടണമെന്നും പ്രധാനമന്ത്രി. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിനുള്ള 2ാം കരട് പട്ടിക തയ്യാറായി. സംസ്ഥാന സർക്കാർ ദുരന്തബാധിതർക്കൊപ്പമെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. 87 പേർ മത്സരരംഗത്ത്. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ആവേശമുണർത്തി ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. മത്സരം ഉച്ചയ്ക്ക് 2:30-ന് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.